മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി അവസാന തയ്യാറെടുപ്പ് നടത്തുന്ന +1 വിദ്യാർത്ഥികൾക്കും +1-ൽ ഫുൾ മാർക്കിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ +2 വിദ്യാർത്ഥികൾക്കും ഈ പ്രത്യേക വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 5 ലീനിയർ ഇൻഇക്വാളിറ്റീസ്. വളരെ സിമ്പിളായ ഒരു ചാപ്റ്ററാണ് ലീനിയർ ഇൻഇക്വാളിറ്റി. ഇവിടെ ഒരു ലീനിയർ ഇൻഇക്വാളിറ്റി എങ്ങനെ സോൾവ് ചെയ്യാമെന്നത് വിശദീകരിക്കുന്നു. ഈ വീഡിയോ ആവർത്തിച്ച് കാണുന്ന ഏതൊരാൾക്കും ഈ ഭാഗത്തുനിന്ന് വരുന്ന മാർക്ക് നിർബന്ധമായും ഉറപ്പുവരുത്താവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് മോഡ് x + 2 < 5 ഈസ്. ഇവിടെ നാം ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി, അതായത് മോഡ് x < a ആണെങ്കിൽ -a മുതൽ +a വരെയാണ് x വാരി ചെയ്യുന്നത് എന്നർത്ഥം. അതായത് -a < x < a. ഇവിടെ നമുക്കറിയാവുന്നത് മോഡ് x + 2 < 5 ആണെങ്കിൽ -5-നും +5-നും ഇടയിലാണ് x + 2-ൻ്റെ വാല്യൂ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: -5 < x + 2 < 5. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -5 - 2 x < 5 - 3. നാം ചെയ്യുന്നത് x + 2-ലെ 2 എന്നുള്ളത് എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും എക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കും മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് -7 < x < 3. എക്സ് വാരി ചെയ്യുന്നത് -7 മുതൽ +3 വരെയാണെന്ന് ചുരുക്കം. ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -7, 3. ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ വരാൻ കാരണം <= എന്ന ഇൻഇക്വാളിറ്റി വരുന്നത് കൊണ്ടാണ്. അതേസമയം മോഡ് x + 2 <5 ആണെങ്കിൽ x ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ -7, 3 എന്ന രൂപത്തിലായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ സെറ്റ് വരിക. രണ്ടാമത്തെ ചോദ്യം: സോൾവ് ദ ഇൻഇക്വാളിറ്റി 7 - 3x/4 x/8. x ബിലോങ്സ് ടു R. കൂടാതെ മാർക്ക് ദ സൊല്യൂഷൻ ഇൻ ദ റിയൽ ലൈൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 7 - 3x/4 x/8. ഇതിൽ ഈ ഇൻഇക്വാളിറ്റിയുടെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ന്യൂമറേറ്റർ 7 - 3x, ഡിനോമിനേറ്റർ 4. റൈറ്റ് സൈഡിൽ ന്യൂമറേറ്റർ x, ഡിനോമിനേറ്റർ 8 ആണ്. അതായത് ഈ ഇൻഇക്വാളിറ്റിയുടെ ഡിനോമിനേറ്ററുകളുടെ LCM 4-ൻ്റെയും 8-ൻ്റെയും LCM ആയിട്ട് വരുന്നത് 8 ആണ്. അതുകൊണ്ട് ഈ ഇൻഇക്വാളിറ്റിനെ മൊത്തത്തിൽ നാം 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 × 7 - 3x/4 8 × x/8. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററിലെ 8, ഡിനോമിനേറ്ററിലെ 4. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 × 7 - 3x x എന്ന് വരുന്നു. ഈ ഭാഗം കൃത്യമായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 - 6x x. ഏതൊരു ഇൻഇക്വാളിറ്റിയും നാം ചെയ്യുന്നത് എക്സ് ടേം, അത് ലെസ് ആയിക്കോട്ടെ, ഗ്രേറ്റർ ദാൻ ആയിക്കോട്ടെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിക്കോട്ടെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിക്കോട്ടെ, ഏത് സമയത്തും എക്സ് ടേം നാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. -6x - x -14. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -7x -14. ഇവിടെ -7x വരുന്നത് കൊണ്ട് നാം -7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് ലഭിക്കാൻ വേണ്ടിയാണ് -7x-നെ നാം -7 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ എന്ന ഇൻഇക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ആയി മാറുന്നു. ഇവിടെ -7x/-7 എന്ന് പറഞ്ഞാൽ x > 2 എന്ന് വരുന്നു. ഇതിൽ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ നാം ചെയ്യുന്നത് ഒരു ലൈൻ വരയ്ക്കുന്നു, -∞ മുതൽ +∞ വരെ. അതിൽ നമുക്ക് വേണ്ട പോയിൻ്റ് 2 ആണ്. 2-ന് ഇടതുവശത്തേക്ക് 2 പോയിൻറ്റും റൈറ്റ് സൈഡിലേക്ക് ചുരുങ്ങിയത് 2 പോയിൻ്റെങ്കിലും മാർക്ക് ചെയ്യുന്നു. ഇവിടെ <2 ആയതുകൊണ്ട് 2-നേക്കാൾ വലിയ വാല്യൂ റൈറ്റ് സൈഡിലേക്കാണ് വലിയ വാല്യൂ വരുന്നത്. ഫിഗറിൽ നോക്കിയാൽ അറിയാം, 3, 4 മുതലായവ 2-നേക്കാൾ വലിയ വാല്യൂ ആണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്കാണ് ലൈൻ ബോൾഡ് ആക്കേണ്ടത്. കൂടാതെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല. ഈക്വൽ ടു അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ 2-ൻ്റെ അവിടെ നാം ഒരു വൈറ്റ് കളർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഇതേ രീതിയിലാണ് ഈ ഇൻഇക്വാളിറ്റി നമ്പർ ലൈനിൽ അല്ലെങ്കിൽ റിയൽ ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടുത്തെ ചോദ്യം ലെസ് ദാൻ ആണ്. ദെൻ അടുത്ത ചോദ്യം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ലെസ് ദാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ പ്രധാനമായും പരിശോധിക്കുന്നത്. തന്നിരിക്കുന്ന ഡാറ്റ അതുപോലെ എഴുതുന്നു. ഇനി ഇൻഇക്വാളിറ്റി ലെഫ്റ്റ് സൈഡിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. 3 ഇൻറ്റു 2 മൈനസ് എക്സ്, 3യെ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ റൈറ്റ് സൈഡിൽ 2 എന്നുള്ളതിനെയും ബ്രാക്കറ്റിനുള്ളിലുള്ള 1 മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 മൈനസ് 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് 2x. മുൻപ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ എക്സ് ടേം ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുന്നു. മൈനസ് 3x ദെൻ പ്ലസ് 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 മൈനസ് 6. 6 റൈറ്റ് സൈഡിലേക്ക് മാറുന്നു. ദെർഫോർ വി ക്യാൻ റൈറ്റ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 4. ഇവിടെ മൈനസ് എക്സ് നമുക്ക് സാധ്യമല്ല, എക്സ് ആക്കി മാറ്റണം. അതുകൊണ്ട് ഒന്നുകിൽ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആകുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതിയ പോലെ തന്നെ നമുക്കറിയാം 4 ആണ് നമ്മുടെ പോയിൻ്റ്. അപ്പോൾ ഒരു ലൈൻ വരയ്ക്കുന്നു. 4ൻ്റെ റൈറ്റ് സൈഡിൽ 2 പോയിൻറ്റും ലെഫ്റ്റ് സൈഡിൽ 2 പോയിൻറ്റും മാർക്ക് ചെയ്യുന്നു. ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 4ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 3, റൈറ്റ് സൈഡിൽ 5 6. പിന്നെ 4നേക്കാൾ ചെറിയ വാല്യൂ ആണ്, അതുകൊണ്ടാണ് 2 3 ഭാഗത്തേക്ക് അല്ലെങ്കിൽ 4ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ലൈൻ ബോൾഡ് ആക്കിയത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈക്വൽ ടു വരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിന് വിഭിന്നമായിട്ട് 4ൻ്റെ അവിടെയും കൂടി നാം ബോൾഡാക്കി മാറ്റിയത്. ഇതേ രീതിയിൽ ലെസ് ദാൻ വന്നാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഏത് മോഡൽ വന്നാലും ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തരത്തിലുള്ള ഏതൊരു ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ സാധിക്കും. ദെൻ മറ്റൊന്ന്, രവി ഒബ്റ്റെയിൻഡ് 70 ആൻഡ് 75 മാർക്സ് ഇൻ ഫസ്റ്റ് 2 യൂണിറ്റ് ടെസ്റ്റ്. ഫൈൻഡ് the minimum marks he should get in the third test to have an average of at least 60 marks. ഇവിടെ രവി എന്ന കുട്ടിക്ക് 2 പരീക്ഷയിൽ കിട്ടിയ മാർക്ക് 70 ആൻഡ് 75, 2 യൂണിറ്റ് ടെസ്റ്റിൽ. ഇനി മൂന്നാമത്തെ ടെസ്റ്റിൽ എത്ര മാർക്ക് ലഭിച്ചാലാണ്, ചുരുങ്ങിയത് എത്ര മാർക്ക് ലഭിച്ചാലാണ് ഏറ്റവും ചുരുങ്ങിയത് 60 മാർക്ക് ഏവറേജ് ലഭിക്കുക എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ചുരുങ്ങിയത് അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇതാണ് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതായത് നാം ഇവിടെ ചെയ്യുന്നത് മൂന്നാമത്തെ പരീക്ഷയിൽ കിട്ടേണ്ട മാർക്ക് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ദെർഫോർ ലെറ്റ് എക്സ് ബി ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ രവി ഇൻ ദ തേർഡ് ടെസ്റ്റ്. അതായത് ആദ്യ പരീക്ഷയിൽ 70, രണ്ടാമത്തേൽ 75, മൂന്നാമത്തേൽ എക്സ്. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടി ഏവറേജ് 60 വരണം. 60 എങ്കിലും വരണം. അപ്പോൾ 60 എങ്കിലും വരണമെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ദെർഫോർ ഏവറേജ് ആണ് നാം കാണുന്നത്. അതായത് ഏവറേജ് കാണാൻ 70 + 75 + x/3 ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആകണം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 70 + 75 + x ഗ്രേറ്റർ ദാൻ 3 × 60 180. എക്സ് മാത്രം ലെഫ്റ്റ് സൈഡിൽ, ബാക്കി എല്ലാ നമ്പേഴ്സും റൈറ്റ് സൈഡിൽ. എക്സ് ഗ്രേറ്റർ ദാൻ 180 -70 -75. ദെർഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 35. അതായത് 35 മാർക്കോ മാർക്കിൽ കൂടുതലോ കിട്ടിയാലാണ് 60 മാർക്ക് എങ്കിലും ഏവറേജ് ലഭിക്കൂ. മറ്റൊന്ന് ഇതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് മനസ്സിലാക്കാനുള്ളത്, കൃത്യം 60 മാർക്കാണ് ഏവറേജ് കിട്ടേണ്ടത് എങ്കിൽ കൃത്യം 35 മാർക്കാണ് ലഭിക്കേണ്ടത്. 35 മാർക്കിൽ കൂടുതൽ കിട്ടിയാൽ ഏവറേജും 60യേക്കാൾ കൂടുതൽ വരുമെന്ന് ചുരുക്കം. Therefore, we can write the student must obtain a minimum of 35 marks to have an average of at least 60. ഏറ്റവും ചുരുങ്ങിയത് 60 മാർക്കെങ്കിലും ഏവറേജ് കിട്ടണമെങ്കിൽ കുട്ടിക്ക് ലഭിക്കേണ്ടത്, മൂന്നാമത്തെ പരീക്ഷയിൽ ലഭിക്കേണ്ടത് 35 മാർക്കാണ്. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടിയാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഈ വീഡിയോ ആവർത്തിച്ച് കാണുന്ന കുട്ടികൾക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.